മഹലിലും പള്ളി ഉണ്ടാക്കി, 11 മഹലിലും മദ്രസ ഉണ്ടാക്കി. ഞാൻ ചോദിക്കുന്നു, വേറെ എവിടെയുള്ള വിഷയം പറയണ്ട, ഇവിടെ നമ്മളെ ഈ നാട്ടിന്റെ ചുറ്റുപാടത്തുള്ള പറയാം. നമ്മൾ ഈ 22 കൊല്ലത്തിനിടയിൽ 23 കൊല്ലത്തിനിടയിൽ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടാക്കി. ആ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും യതീം കുട്ടികൾക്ക് ബസ്സിന് പൈസ വാങ്ങാതെ, ഡ്രസ്സിന് പൈസ വാങ്ങാതെ ഒക്കെ ഫ്രീ ആയിട്ട് പഠനം കൊടുക്കുകയാണ്. മറ്റുള്ള കുട്ടികളോട് ചെറിയ ഫീസ് വാങ്ങുന്നുണ്ട്. വിദ്യാഭ്യാസപരമായി വളരണം. അത് വളരാൻ തന്നെയാണ് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ. അൽഹംദുലില്ലാഹ് മുഴുവൻ കുട്ടികളും ഡിസിഷൻ വാങ്ങിയിട്ടാണ് എല്ലാ സ്കൂളിൽ നിന്നും CBSE സിലബസ് പ്രകാരം പരീക്ഷ എഴുതി പാസ്സായി പുറത്തു വരുന്നത്. അതോടുകൂടി തന്നെ അവർ 10ാം ക്ലാസ് വരെ മദ്രസയും പഠിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, അപ്പുറത്തുള്ള കക്ഷികൾ എന്തു ചെയ്തു? നിങ്ങൾ സ്നേഹിക്കുന്ന ആലോചിച്ചു, എന്തുകൊണ്ട് അസൂയ ഉണ്ടാവുന്നു? അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല? അള്ളാഹുവിന്റെ സഹായം കിട്ടുന്നില്ല. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം കിട്ടുന്നില്ല? അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട്. വളരെ എളുപ്പമാണ് മറുപടി. അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ അള്ളാഹു പറഞ്ഞത് എന്താണ്? ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ, അഥവാ അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ചാൽ യൻസുറുക്കും, അള്ളാഹ് നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാലുകൾക്ക് പാദങ്ങൾക്ക് അള്ളാഹ് സ്ഥിരത നൽകും. അപ്പൊ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കണം. അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ വേറെ കാര്യമൊന്നുമല്ല. അപ്പൊ അള്ളാഹിന്റെ ദീനിനെ സഹായിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തായിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ, ഈ കഴിഞ്ഞ പ്രസംഗത്തിലോ മറ്റേതെങ്കിലും പ്രസംഗത്തിലോ അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞു. അവർ കാര്യമായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രസംഗത്തിൽ കാര്യമായിട്ട് ചെയ്തത് എന്താണ്? നാദാപുരത്ത് വന്നിട്ട് പറഞ്ഞു കേരള സംസ്ഥാന ജമീയത്തുൽ ഉലമ പിരിച്ചുവിടണമെന്ന് പറഞ്ഞു. അവരോട് ചോദിച്ചിട്ടായിരുന്നു അവരുണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ തർക്കമില്ലായിരുന്നു. ഈ സംസ്ഥാന കേരള ജമീയത്തുൽ ഉലമ ഉണ്ടാക്കിയത് അവരോട് ചോദിച്ചിട്ടാണെങ്കിൽ പിരിച്ചുവിടണമെന്ന് അവർ പറയുന്നതിൻ്റെ അർത്ഥമുണ്ട്. അല്ലാതെ വേറൊരു കൂട്ടം സംഘടന പിരിച്ചുവിടണമെന്ന് ഇവർ പറയുന്നതിൻ്റെ അർത്ഥമുള്ളത്. അപ്പൊ കാര്യമായിട്ട് നാദാപുരത്തുള്ള ആളുകൾ കേട്ടൊരു സംഗതി അതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സേവനവും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അവർ ചെയ്യുന്നില്ല, ചെയ്തിട്ടില്ല. മറിച്ച് ചെയ്യുന്നവരോട് അസൂയ. എന്തിനാണ് ഈ അസൂയ? അംയഹ്സുദൂനന്നാസ്, എന്തിന് ജനങ്ങളോട് അസൂയ വെക്കണം എന്ന് ഖുർആൻ ചോദിക്കുന്നു. എന്താണ് അസൂയ? എന്ത് അസൂയ? സുബ്ഹാന ജല്ല ജലാലു. ഈ അസൂയ കാരണമല്ലേ മുമ്പും അക്രമങ്ങൾ നടന്നിട്ടുള്ളത്? നിങ്ങൾ ഓർക്കണം. വതലു അലൈഹിം നബഅ ഇബ്നി ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ ഫതഖബ്ബല മിൻ അഹദിമാ വലം യതഖബ്ബൽ മിനൽ ആഖർ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ഹാബീലിനെ കൊന്ന ഒരു സംഭവം ഖുർആൻ പറയാൻ. എന്തായിരുന്നു കാരണം? ഹാബീലിന്റെ ഭാര്യയ്ക്ക് ഹാബീലിന്റെ ഭാര്യയുടെ ഭംഗിയില്ല. അതിനെ വിഷയം വേറൊന്നുമില്ല. ഒരു തെറ്റും ഹാബീൽ ചെയ്തിട്ടില്ല. അപ്പൊ എന്താ പറഞ്ഞത്? അപ്പോ ഏതാണ് സത്യമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഖുർബാന നടത്തി നോക്കി. ഖുർബാന നടത്തി നോക്കുമ്പോൾ അള്ളാഹ് സ്വീകരിച്ചില്ല. അള്ളാഹ് സ്വീകരിക്കണ ഇഖ്ലാസ് വേണം, മനസ്സ് നന്നാണോ. അതുകൊണ്ട് അള്ളാഹ് സ്വീകരിച്ചില്ല. അപ്പൊ കൂടുതൽ ദേഷ്യം പിടിച്ചു. അപ്പൊ പറഞ്ഞു ഖാല അഖ്തുലനക, എന്നെ കൊന്നു കളയൂന്ന്. കൊന്നു കളയുന്നത് നേരത്തെ മുദ്രാവാക്യത്തിന്റെ അവസാനം അതാണ്, കൊല്ലൂന്നാ പറയുന്നത്. അപ്പൊ അഖ്തുലനക, നിന്നെ കൊന്നു കളയൂന്ന്. അല ഇന്നമായ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അതിന് മഹാനവറുകൾ പറഞ്ഞ മറുപടി, അല്ലാഹു തആല മനസ്സ് നല്ലവരിൽ നിന്ന് മാത്രം, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. ഒരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് കൊല്ലാൻ വേണ്ടി കൈനീട്ടിയാൽ പകരം ഞാൻ അങ്ങോട്ട് കൊല്ലൂന്ന് വിചാരിക്കണ്ട. അതാണ് ലൈം ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതി യദി ഇലൈക ലിയഖ്തുലക. നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് കൈനീട്ടിയാൽ തിരിച്ച് ഞാൻ അങ്ങോട്ട് നിങ്ങളെ വധിക്കാൻ വേണ്ടി കൈനീട്ടൂല. കാരണം നിങ്ങളെപ്പോലെ ഈ ഭൗതിക താല്പര്യമല്ല എനിക്ക്. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. സർവലോകത്തിൻ്റെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന പരിപാലകനായ അള്ളാഹുവിനെ നിശ്ചയം ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ അക്രമത്തിന്റെ കൈ ഞങ്ങളിലേക്ക് നീട്ടിയാൽ ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക്, നിന്റെ തെറ്റും എന്നെ കൊന്ന തെറ്റും കൊണ്ട് നീ മടങ്ങിപ്പോയിക്കോളണം. ഫതകൂന മിൻ അസ്ഹാബിന്നാർ, നീ നരകക്കാരനായിരിക്കുകയും ചെയ്യും. വേറെ എനിക്കല്ല നിശ്ചയിച്ച സമയത്ത് മരണം നടക്കുമെന്നല്ലാതെ എനിക്കൊന്നും സംഭവിക്കാനില്ല. നീ നരകത്തിൽ കടന്നു പോകും. ഇത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അക്രമപ്രവർത്തനങ്ങളും ഈ വരുന്ന അപ്പുറത്തെ സമസ്തയുടെയും അതിൻ്റെ കീഴിലുള്ള ആളുകളുടെയും അതാ നേതാക്കളോടും അവരെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവരോടും പറയാനുള്ളത്, ഞങ്ങൾക്ക് റബ്ബ് തീരുമാനിച്ചത് തടയാൻ ലോകത്താർക്കും സാധ്യമല്ല. അവൻ തീരുമാനിക്കാത്തത് നേടിത്തരാനും കഴിയില്ല. അതേ സമയത്ത് അള്ളാഹു പൊരുത്തപ്പെടാൻ
വല്ലാത്ത തെറികളും അതുപോലെ ചീത്തവാക്കുകളും അക്രമങ്ങളും കൊലയുമായി നടന്നാൽ ഫതകൂന മിൻ അസ്ഹാബിന്നാർ, നരകക്കാരിൽ പെട്ടുപോകും. ഇത് പറയേണ്ട ബാധ്യത മുതഅല്ലിമീങ്ങളായ ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ ഗുരുനാഥന്മാരായ ആലിമീങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ നിർവഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇനിയോ ഇത് ഞങ്ങൾക്ക് പുത്തരിയും അല്ല. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു നേതാവാണ് മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ. ദഇൽ അയ്യാമ തഫ്അലു മാ തശാഉ വതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖളാഉ വകുൻ റജുലൻ അലൽ അഹ്വാലി ജൽദാ വസീമതുക സമാഹതു വൽ വഫാഉ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പദ്യമാണ്. മോനെ, ലോകത്ത് അള്ള വിധിച്ചതൊക്കെ നടക്കും, നീ അതിനൊന്നും ബേജാറാകണ്ട. വകുൻ റജുലൻ, നീ ആൺകുട്ടിയായി ജീവിക്കണം. വകുൻ റജുലൻ, നീ ആൺകുട്ടിയായി ജീവിക്കണം. അലൽ അഹ്വാലി ജൽദാ, ഏത് പ്രശ്നങ്ങൾ ആര് വലിച്ചിട്ടാലും ധീരതയോടെ നിന്റെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനവുമായി നീ നീക്കൊള്ളണം. വകുൻ റജുലൻ അലൽ അഹ്വാലി ജൽദാ വസീമതുക സമാഹതു വൽ വഫാഉ. നിന്റെ സ്വഭാവം വിട്ടുവീഴ്ച ചെയ്യലായിരിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കലായിരിക്കണം. അതേ കിട്ടണം എന്ന് ചിന്തിക്കുന്നതിന് പകരം കൊടുക്കണം എന്ന ചിന്തയായിരിക്കണം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതോടുകൂടെ തന്നെ വാക്ക് പാലിക്കുന്നവനാകണം, റബ്ബിനോടും വാക്ക് പാലിക്കുന്നവനാകണം. ആ മഹാനായ ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ മുതഅല്ലിമീങ്ങൾ വർദ്ധിച്ചപ്പോൾ മറ്റ് ചില പണ്ഡിതന്മാർക്ക് കടുത്ത അസൂയ തോന്നി. അവർ ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഒരുപാട് അപരാധങ്ങൾ പറഞ്ഞു പരത്തി. കൂട്ടത്തിലൊരാരോപണമായിരുന്നു, അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരിക്കും ആ ഭരണാധികാരിയുടെ രാഷ്ട്രീയത്തിനും രാഷ്ട്രത്തിനും ഇമാം ശാഫിഈ എതിരാണെന്ന് ഒരു കള്ളപ്രചരണം ഈ പണ്ഡിതന്മാർ നടത്തി. പണ്ഡിതന്മാരെന്തിനാണത് നടത്തിയത്? സ്വാധീനമുള്ള ആളുകൾ അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ശാഫി ഇമാമിനെ എതിർക്കാനും നശിപ്പിക്കാനും ആക്രമിക്കാനുമാണ്. അങ്ങനെ ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കൈക്കും ആമം വെച്ചുകൊണ്ട് ഈ പറഞ്ഞ പണ്ഡിതന്മാര് പറഞ്ഞ് സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ രാഷ്ട്രീയക്കാരനായ ഭരണാധികാരി ശാഫി ഇമാമിനെ ആമം വെച്ച് പിടിച്ചുകൊണ്ടുപോയി. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും വബറകാതുഹു എന്ന് സലാം ദില്ലി വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞില്ല. അപ്പൊ ചോദിച്ചു, എന്തേ മുസ്ലിയാർ പുതിയ സലാം റഹ്മത്തുള്ളാഹില്ലാത്തത്? നിരപരാധിയായ ഒരു പണ്ഡിതനെ സംബന്ധിച്ച് അസൂയാലുക്കളായ പണ്ഡിതന്മാർ പറയുന്ന ഫിത്നയും ഫസാദും ശരിയാണെന്ന് ധരിച്ചിട്ട് കൈക്ക് ആമം വെച്ച് പിടിച്ചുകൊണ്ടുവന്ന ഒരു കൊട്ടാരം. അവിടെ വെച്ച് ഞാൻ ബർക്കാത്തുഹു മാത്രമാക്കി, റഹ്മത്തുള്ള അള്ളാന്റെ റഹ്മത്ത് ഞാൻ പറയലോ ഒഴിവാക്കി. അപ്പോൾ രാജാവ് ഞെട്ടിപ്പോയി. നിങ്ങൾ വിശദീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശാഫി ഇമാം റളിയല്ലാഹു പറഞ്ഞു, വിശദീകരിക്കണമെങ്കിൽ കൈക്ക് ആമം വെച്ച് വിശദീകരിച്ചാൽ ശരിയാവില്ല, എന്നാ കാമ അഴിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു. ആമ അഴിച്ചു കൊടുത്തു പട്ടാളക്കാർ. അപ്പോൾ പറഞ്ഞു, എന്നാ തുടങ്ങിക്കോളി, ഇപ്പോൾ എൻ്റെ മനസ്സിന് വിഷമാണെന്ന്. അതെന്താന്ന് ചോദിച്ചു. ഒരു പണ്ഡിതന് കിട്ടേണ്ട സ്ഥാനം വകവെച്ച് കിട്ടിയിട്ടില്ല. നിങ്ങളെ കൊട്ടാരത്തിൽ നിന്ന് ഞാനിങ്ങനെ കുത്തനെ നിൽക്കുകയാണ്, നിങ്ങളിവിടെ കൊട്ടാരത്തിൽ നിന്ന് ഇരിക്കുകയാണ്. നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണ്, ഞാൻ പണ്ഡിതനാണ്. പണ്ഡിതന്റെ സ്ഥാനം വകവെച്ച് കിട്ടണം. മഹാനായ ശൈഖുന കാന്തപുര ഉസ്താദ് ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റത് തന്നെയാണ്. അതായത് പണ്ഡിതന്മാരെ സ്ഥാനം വകവെച്ച് കിട്ടണം എന്ന് പറഞ്ഞുപോയി. ഇരിക്കട്ടെ സഹോദരന്മാര്, ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് തന്നെയാണ്, പണ്ഡിതന്റെ സ്ഥാനം വകവെച്ച് കിട്ടണം. അതുകൊണ്ട് കസേര കിട്ടാണ്ട് വിശദീകരിക്കൂല. കസേര എടുത്തു കൊടുത്തു ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്. വിശദീകരണം അങ്ങ് നടന്നപ്പോഴോ ഈ രാഷ്ട്രത്തലവന്റെ തെറ്റിദ്ധാരണ നീങ്ങി. അദ്ദേഹം ശാഫി ഇമാം റളിയല്ലാഹു അൻഹു കൊണ്ട് പൊരുത്തപ്പെടിച്ചു. ഇന്ന് ഉച്ചക്ക് ടൗൺ ഹാളിൽ പ്രസംഗിച്ച ആള് പറഞ്ഞു, ഞാൻ നേരത്തെ ഒരാളെ ചീത്ത പറഞ്ഞു പോയിരുന്നു, ഞാൻ അയാളെ കൊണ്ട് പൊരുത്തപ്പെടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേ സഹോദരന്മാര്, അങ്ങനെ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു കൊണ്ട് ആ രാഷ്ട്രീയക്കാരൻ പൊരുത്തപ്പെടിച്ചിട്ട് ശാഫി ഇമാമിന് സമ്മാനം കൊടുത്തപ്പോൾ ശാഫി ഇമാം, ഞാൻ സമ്മാനത്തിന് വന്നതല്ല എന്ന് പറഞ്ഞ് വാങ്ങാതെ തിരിച്ചുപോയി. ഇത് ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് കാണാം. അപ്പൊ ഇത് ഞങ്ങൾക്ക് പുത്തരിയല്ല. അതായത് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പണ്ഡിതന്മാരോട് അസൂയ വെക്കുകയും സമൂഹത്തിന് സേവനം ചെയ്യാൻ കഴിയുന്ന ധാരാളം ശിഷ്യന്മാരുണ്ടാകുന്ന, ധാരാളം ആളുകൾ അവരുടെ പ്രഭാഷണത്തിൽ ഒരുമിച്ച് കൂടുന്ന പണ്ഡിതന്മാരോട് മറ്റു പണ്ഡിതന്മാർക്ക് അസൂയ ഉണ്ടാവുക എന്നത്
അത് ആദ്യ നൂറ്റാണ്ടുകൾ കാലഘട്ടം മുതലേ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ ഞങ്ങൾക്ക് ചരിത്രം പഠിച്ച ഞങ്ങൾക്ക് അതിൽ യാതൊരു അത്ഭുതവും ഇല്ല. എന്നാൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എപ്പോഴെങ്കിലും തിരിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് ചെന്നു, അവിടെ വല്ലാതെ ചീത്ത പറഞ്ഞ സ്ഥലം. ഷാഫി ഇമാമിന് ഒന്നും പറയാതെ ഒരു നല്ല വേദം പറഞ്ഞു പോയി. അപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പലരും പറഞ്ഞു, എന്തേ നിങ്ങൾ മിണ്ടാത്ത്, നിങ്ങൾ എന്തായിരുന്നു മറുപടി പറഞ്ഞു ഇവിടെ? അപ്പോൾ അണികളോട് ഷാഫി ഇമാം പറഞ്ഞു, ഖാലൂ സഗത്ത വഖദ് ഖൂസിംത ഖുൽതു ലഹും ഇന്നൽ ജവാബ ലിബാബി ശർരി മിഫ്താഹു. അവരൊക്കെ പറയുന്നു നിങ്ങൾ എന്തേ അതിനൊന്നും തിരിച്ചടിക്കാത്തത്? ഞാനവരോട് പറഞ്ഞു, അതൊക്കെ നാശത്തിന്റെ വാതിലിന്റെ താക്കോലാണ്. അതേ വസുംതു അൻ ജാഹിലിൻ ഔ ഹമഖിൻ ശറഫു വഫീഹി ഐദൻ ലിസൗനിൽ ഇർദി ഇസ്ലാഹു. വിവരമില്ലാത്തവർ ചീത്ത പറഞ്ഞാൽ, അല്ലെങ്കിൽ വിവരമുണ്ടെങ്കിലും ഞങ്ങൾ ചീത്ത പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ നേടിക്കളയാമെന്ന് വിചാരിക്കുന്ന അതാ ബുദ്ധിയില്ലാത്ത ആളുകൾ ചീത്ത പറഞ്ഞാൽ അവർക്ക് മറുപടി പറയാതിരിക്കൽ ഒരു മാന്യതയാണ്. എന്നിട്ട് ഷാഫി ഇമാം നിങ്ങൾ കാണുന്നില്ലേ രണ്ട് ജീവികൾ, ഒന്ന് സിംഹമാണ്, ആ സിംഹം മിണ്ടുന്നില്ല, അതിങ്ങനെ ഗൗരവത്തോടെ ഇരിക്കുകയാണ്. അതേ സമയത്ത് മറ്റൊരു ജീവിയുണ്ട്, ആരെ കണ്ടാലും ശബ്ദിക്കലാണ് അതിൻ്റെ പതിവ്. അങ്ങനെ ആരെ കണ്ടാലും കുരക്കുന്ന ജീവി, അങ്ങനെ ഒരു ജീവിയുണ്ട്. അതേ സമയത്ത് സിംഹവുമുണ്ട്. ആർക്കാണ് ബഹുമാനം, ആരെയാണ് ജനങ്ങൾക്ക് പേടി, ആർക്കാണ് മതിപ്പ് എന്ന് ഞാൻ പറയേണ്ടതുണ്ടോ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്. ഇതൊക്കെ ഞങ്ങൾ പഠിച്ചത് ഞങ്ങളുടെ മനസ്സിൽ ഓർമ്മയുള്ളത് കൊണ്ട് ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഞങ്ങളെ ഉപദേശിച്ചിട്ടുണ്ട്. ഇന്നക ലാ തഖ്ദിറു അൻ തുർദിയന്നാസ കുല്ലഹും ഫാസ്ലിഹ് മാ ബൈനക വ ബൈനല്ലാഹി തുമ്മ ലാ തുബാലി ബിന്നാസ്. ഓ മനുഷ്യ, എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നിന്നെ കൊണ്ട് കഴിയില്ല. അവിടെ നിന്റെയും പടച്ചവന്റെയും ഇടയ്ക്കുള്ള സംഗതി നീ നന്നാക്കി വെക്കണം. തുമ്മലാ തുബാലി ബിന്നാസ്. പിന്നെ ജനങ്ങൾ നിന്നെപ്പറ്റി എന്ത് പറയുന്നു എന്ന് നീ പരിഗണിക്കേണ്ടതില്ല, അത് നീ അവഗണിച്ച് വിട്ടേക്കണമെന്ന് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാദാപുരത്തും പരിസരങ്ങളിലുമുള്ളവർക്കറിയാം, ഈ പാവപ്പെട്ട ഞാൻ എത്ര കാലമായി ആരോപണം കേൾക്കുന്നു, എത്ര കാലമായി കാന്തപുരം ഉസ്താദ് അതാ കേൾക്കുന്നു, അങ്ങനെ ഞങ്ങൾ ആലിമീങ്ങൾ കേൾക്കുന്നു. പക്ഷേ ഞങ്ങൾക്കത് പുത്തരിയല്ല, ഞങ്ങളത് ചരിത്രത്തിന്റെ താളുകളിൽ പഠിച്ചവരാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്ത് ചെയ്യുന്ന SYS-കാരോട് SSF-കാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രവർത്തന രംഗത്ത് ഊർജ്ജസ്വലതയോടെ എവിടെയുണ്ടൊരു പാവപ്പെട്ടവന്റെ രോഗത്തിന് ശുശ്രൂഷിക്കാൻ, എവിടെയുണ്ട് ഒരു ആശുപത്രിയുടെ വാർഡ് ഏറ്റെടുത്ത് അവിടെ വേണ്ട വീൽ ചെയർ കൊടുക്കാൻ, എവിടെയുണ്ട് ശുചീകരിക്കാൻ, എവിടെയുണ്ട് പാവപ്പെട്ടവർക്ക് രോഗശമനം നൽകാൻ, എവിടെയുണ്ട് നമുക്കൊരു ആംബുലൻസ് വാങ്ങിച്ചു കൊടുക്കാൻ, എവിടെയുണ്ട് പാവപ്പെട്ടവർക്ക് ചികിത്സ കൊടുക്കാൻ, ഇപ്പോൾ നിങ്ങൾക്ക് പ്രവർത്തനത്തിന് എന്ന രൂപഭാവങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ എങ്ങനെയുണ്ട് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ, ഇങ്ങനെ തുടങ്ങിയ നല്ല കാര്യങ്ങളിലേക്കല്ലാതെ ഈ ചീത്ത പറയുന്ന കമ്പനിക്ക് അതേ നാണയത്തിൽ തിരിച്ചെടുക്കുന്ന ഒരു ഏർപ്പാടിന് നമ്മൾ പോകരുതെന്നുകൂടി ഞാൻ എൻ്റെ പ്രവർത്തകന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്ത് പരമാവധി ഐക്യപ്പെടേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് മാതൃഭൂമി 2011 ജനുവരി 12 സുന്നി ഐക്യത്തിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാർ കാന്തപുരം. കോഴിക്കോട് സുന്നി ഐക്യം യാഥാർത്ഥ്യമാവാൻ സാധ്യമാവുന്ന എല്ലാ വിട്ടുവീഴ്ചയും ചെയ്യുമെന്ന് അഖിലേന്ത്യാ സുന്നി ജമീഅത്തുൽ ഉലമാ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി. ഐക്യത്തിന് ആവുന്നത്ര ത്യാഗം ചെയ്യുമെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങൾ സുന്നി ഐക്യത്തിന് മുന്നിട്ടിറങ്ങിയവരാണ്, അതിനെപ്പോഴും സന്നദ്ധരുമാണ്. ഐക്യത്തിന് തടസ്സം നിൽക്കുന്നതായി പത്രങ്ങൾ കണ്ട കാരണം തികച്ചും ബാലിശവും തെറ്റിദ്ധാരണാജനകവുമാണ് അദ്ദേഹം പറഞ്ഞു. ഞാനിത് പറഞ്ഞു വന്നത് എത്രയും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ഞങ്ങളുടെ പണ്ഡിതന്മാർ എന്നും പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പുറമെ ചന്ദ്രിക, അതെ ചന്ദ്രികയിൽ നിങ്ങൾക്ക് കാണാം, ചന്ദ്രികയിൽ അതേ കാലത്തുള്ള റിപ്പോർട്ട്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് തുടക്കം കുറിച്ച ഐക്യശ്രമങ്ങൾക്ക് ആശാവഹമായ പുരോഗതിയാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് പിറകോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മുസ്ലിം ലീഗിനോട് മാന്യമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. മർക്കസ് സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തത് ഈ നിലപാടിന്റെ ഭാഗമാണ്. ഈ സാന്നിധ്യവും ഐക്യശ്രമങ്ങളുടെ ഭാഗമായാണ് കാണുന്നത്.
ആശയാദർശങ്ങളിൽ മാറ്റം വരുത്താതെ സമുദായ ഭദ്രതയും ഐക്യവും സാധ്യമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവന ചന്ദ്രികയിൽ വന്നതാണ് ഞാൻ രണ്ടാമതായി വായിച്ചത്. സുഹൃത്തുക്കളെ, അങ്ങനെ മുസ്ലിങ്ങൾ പരമാവധി ഐക്യപ്പെടണം എന്ന് ഞങ്ങളുടെ നേതാക്കൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്തു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ആ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹവും ഐക്യത്തിന് പച്ചക്കൊടി കാണിച്ചു. വളരെയേറെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങി. നിങ്ങൾ ചരിത്രത്തെ സംബന്ധിച്ച് ജനങ്ങൾ മനസ്സിലാക്കണം. വാസ്തവത്തിൽ പലരും തെറ്റിദ്ധരിപ്പിക്കുകയാണ്, തെറ്റിദ്ധാരണ പരത്തുകയാണ്. വാസ്തവത്തിൽ ഞങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ക്ഷീണവും വരാനില്ല. ഇവിടെ ഇപ്പോൾ തെറി പറഞ്ഞു നടക്കുന്ന കക്ഷികൾ, അവർക്ക് ഞങ്ങളോടല്ല യഥാർത്ഥത്തിൽ വെറുപ്പ്. യഥാർത്ഥത്തിൽ വെറുപ്പ് മുസ്ലിം ലീഗിന്റെ നേതാക്കളോടാണ്. അതിന് സാധാരണ ഞാൻ ഓരോന്നോരോന്നായി ക്ലിപ്പ് വെച്ച് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരും. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടാണ് ഏറ്റവും വലിയ വെറുപ്പ്. അതുപോലെ ശിഹാബ് തങ്ങളോടാണ് വെറുപ്പ്. ഇ അഹമ്മദ് സാഹിബിനോടാണ് വെറുപ്പ്. ആ വെറുപ്പ് അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോ ഈ എലീനൊക്കെ കൊല്ലുന്നവർ ചാക്കിലിട്ടിട്ട് അടിക്കലുണ്ട്. അടിക്കുന്ന ചാക്കിനാണല്ലോ കൊള്ളുന്ന എലിക്കാൻ. ഇതുപോലെ നമ്മളെ അടിക്കുക, അത് കൊള്ളിക്കുന്നത് മുഴുവനും അപ്പുറത്താണ്. അതായത് മുസ്ലിം ലീഗിനെ നശിപ്പിക്കാനാണ് ഇവരുടെ ലക്ഷ്യം. അതിന് സാധാരണ ഞാൻ ഓരോന്നോരോന്നായി തെളിവ് സഹിതം തന്നെ ഞാൻ പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഐക്യത്തിന്റെ ഭാഗമായി ഞങ്ങൾ നിർമ്മിച്ച ഒരു പള്ളി, ആ ഞങ്ങൾ നിർമ്മിച്ച പള്ളിയിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു. ഞാനതിൻ്റെ കമ്മിറ്റി മെമ്പറാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അതിൻ്റെ പാട്രൺസ് ചെയർമാനാണ്. അബ്ദുള്ള കുഞ്ഞ് സാഹിബ് അതിൻ്റെ കമ്മിറ്റി ചെയർമാനാണ്. ഉള്ളാളം തങ്ങൾ അതിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനാണ്. അങ്ങനെയുള്ളൊരു പള്ളി മംഗലാപുരത്ത് കോടിക്കണക്കിന് റുപ്പിയുടെ ഒരു വലിയ പള്ളി ഞങ്ങൾ നിർമ്മിച്ചപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഞങ്ങൾ വിളിച്ചു. അതിന് മുമ്പൊരു സംഭവം ഉണ്ടായി. അതാണ് അതിന് മുമ്പും അതെ ആ സമയത്ത് തന്നെ, ഒന്നുകിൽ മുമ്പ് അല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്ത് ഹജ്ജ് ഹൗസിന്റെ ഉദ്ഘാടനം നടന്നു കോഴിക്കോട്ട്. അന്ന് ബഹുമാനപ്പെട്ട തങ്ങളുമായി ഇ അഹമ്മദ് സാഹിബുമായും ഉസ്താദ് അവറുകൾ സൗഹൃദം പങ്കിട്ടു. ആ സൗഹൃദം പങ്കിടുന്ന രംഗം നിങ്ങൾക്ക് പത്രത്തിൽ തന്നെ ഫോട്ടോയിൽ കാണാൻ സാധിക്കും. ആ സൗഹൃദം പങ്കിട്ടുകൊണ്ട് അന്ന് മധുരം കൊടുത്തു. സൗഹൃദം പങ്കിടുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ടായി. ആർക്ക് ഞാനൊന്ന് വായിക്കാം. സൗഹൃദത്തിന്റെ മധുരം പങ്കിടാൻ മുസ്ലിം നേതാക്കൾ ഒന്നിച്ച്. അതിൽ നിങ്ങൾക്ക് കാണാം, മലപ്പുറം മുസ്ലിം സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും നേതാക്കൾ ഒരുമിച്ചിരുന്ന അത്യപൂർവ ചടങ്ങിന് ഇന്നലെ കരിപ്പൂർ ഹജ്ജ് ക്യാമ്പസ് സാക്ഷ്യം വഹിച്ചു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം, സമുദായത്തിന്റെ ഭിന്ന ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും അണികളറിയാത്ത ആത്മബന്ധം തമ്മിലുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു നേതാക്കളുടെ സൗഹൃദ സമ്പർക്കം. ഉദ്ഘാടന ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും സുന്നി ജമിഅത്തുൽ ഉലമാ ജനറൽ സെക്രട്ടറി കാന്തപുരം APK മുസ്ലിയാരും എത്തി. സ്റ്റേജിലിരുന്ന് ഏറെ നേരം അവർ കുശലം പറഞ്ഞു. അതിന് കാതോർത്ത് കേന്ദ്രമന്ത്രി ഇ അഹമ്മദും. ഞങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. അതിന് ശേഷം കാണാം, സൗഹാർദ്ദ സംഗമത്തിന് മധുരം പകരാൻ TV അബ്ദുൽ വഹാബ് MP ആവേശം. ഈത്തപ്പഴവുമായി എത്തിയ അദ്ദേഹം ശിഹാബ് തങ്ങൾക്കും കാന്തപുരത്തിനും മധുരം നൽകി. തനിക്ക് കിട്ടിയതിൽ നിന്ന് ഒന്ന് കാന്തപുരം ശിഹാബ് തങ്ങൾക്ക് നീട്ടി. തങ്ങൾ അത് വാങ്ങുമ്പോൾ മധുര നിയന്ത്രണത്തെക്കുറിച്ച് അഹമ്മദിന്റെ ഓർമ്മപ്പെടുത്തൽ. പകുതി ചീന്ത് എടുത്ത് തങ്ങൾ ബാക്കി അഹമ്മദിന് നൽകി. ചടങ്ങിൽ ശിഹാബ് തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സമുദായ നേതാക്കൾ ഒന്നടങ്കം കൈയുടത്തി. ഈ രൂപത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഐക്യശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അതിന് എല്ലാവിധത്തിലും പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. അങ്ങനെ മുസ്ലിം ഉമ്മത്ത് ഐക്യപ്പെടാനുള്ള ഒരു പരിശ്രമം, പ്രത്യേകിച്ച് സുന്നികൾ ഐക്യപ്പെടാനുള്ള ഒരു പരിശ്രമം മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അതിൽ പരിപൂർണമായി സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് മംഗലാപുരത്ത് ഞങ്ങൾ മഹാനായ തങ്ങളെ ക്ഷണിക്കുകയും അവിടെ പള്ളി ഉദ്ഘാടനത്തിൽ തങ്ങളവറുകൾ പങ്കെടുക്കുകയും ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് കണ്ടോളൂ, കേട്ടോളൂ. തങ്ങളവറുകൾ പള്ളി ഉദ്ഘാടനത്തിന് വന്നു. എന്നാൽ ഈ കക്ഷികൾക്ക് അത് തീരെ ദഹിച്ചില്ല. അവരെന്ത് ചെയ്തു? അവർ തീരെ ദഹിച്ചില്ല. ആ ദഹിക്കാത്തതുകൊണ്ട് അവർ കേരള നാട് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇറക്കി. ഈ കേരള നാട് നിങ്ങൾക്ക് കാരന്തൂരിലേക്ക് അകലം കുറക്കുമ്പോൾ പാണക്കാട്ടേക്ക് അകലം കൂടിയേക്കും.
എന്ന് പറഞ്ഞിട്ട് ഈ കേരള നാട്ടിൽ ശിഹാബ് തങ്ങളെയും എ പി ഉസ്താദും ഇരിക്കുന്ന ചിത്രം കൊടുത്ത് ശിഹാബ് തങ്ങൾക്കെതിരെ ഒരു ലേഖനം എഴുതി. ഇതിൽ തന്നെ പിണറായിയെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. ലാവ്ലിൻ പിണറായി ഉന്നത കള്ളൻ എന്നാണ് ഹെഡിങ്. ശേഷം ഇതിൽ നിങ്ങൾക്ക് കാണാം ശിഹാബ് തങ്ങളും ഉസ്താദും ഇരുന്ന് സംസാരിക്കുന്ന ചിത്രം കൊടുത്തുകൊണ്ട് കാരന്തൂരിലേക്ക് അകലം കുറയുമ്പോൾ പാണക്കാട്ടേക്ക് അകലം കൂടും. ഐക്യം എന്നാൽ ഏച്ചുകൂട്ടലല്ല, മഹത്തായ ഒരു ആത്മീയ പ്രസ്ഥാനത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചത് തെറ്റാണെന്ന് ബോധ്യമായാൽ ഏറ്റുപറയുക, എന്നിട്ട് മതപണ്ഡിതന്മാരുടെ കോലത്തിനൊപ്പം ശീലവും സ്വീകരിക്കുക. എന്നാൽ എല്ലാ ആളുകളെയും സ്വീകരിക്കില്ല. ആദ്യം യോഗ്യത നേടുക, പിന്നെ സ്ഥാനം എന്ന് പറഞ്ഞിട്ട് തങ്ങളവറുകൾക്കെതിരെ തങ്ങളെയും അതുപോലെ ഉസ്താദിനെയും കൊടുത്തുകൊണ്ട് പിന്നീട് വളരെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം ഇതിൽ എഴുതി. അങ്ങനെ തങ്ങളെ വിമർശിച്ചു. ഈ തങ്ങളെ വിമർശിക്കൽ കൊണ്ട് മാത്രം മതിയായില്ല, തങ്ങളെ അവരുടെ സമസ്തയിൽ നിന്ന് അവർ പുറത്താക്കി. തങ്ങളെ പുറത്താക്കിയത് ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ അവരുടെ സമസ്തയുടെ സെക്രട്ടറി, അദ്ദേഹം തന്നെ സമസ്തയുടെ ആളല്ല ഈ ശിഹാബ് തങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. സുന്നി പണ്ഡിതന്മാരുടെ കൂടെ അവരുടെ സമസ്തയുടെ സെക്രട്ടറിയെ പങ്കെടുക്കാൻ ക്ഷണിച്ചപ്പോൾ ആ സമയത്താണ് അദ്ദേഹം പാണക്കാട് തങ്ങൾ ഞങ്ങളെ സമസ്തയല്ല എന്ന് പറയുന്നത്. വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർ ഞങ്ങളിത് കൂടുതൽ ചെയ്തതല്ലേ, ഞങ്ങളുടെ സമസ്തയിലുള്ള തീരുമാനം അങ്ങനെ അയ്യോ കേട്ടോ. ഓൻ പറഞ്ഞോട്ടെ, ഓൻ പറഞ്ഞ നടത്താനാ, ഞാൻ പറഞ്ഞാണ് കേൾക്ക്. ആ സമസ്തകളെ മീൻ തിരിഞ്ഞു പോയവരാണ് അവര്. ഞങ്ങൾ അവരെ നേതാക്കന്മാർ നമ്മൾ ഒത്തുകളില്ല. തിരിഞ്ഞു നമ്മൾ കണ്ടിട്ട് ഐക്യത്തിൽ പോണ സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ കൊണ്ടുവരാന്നൊക്കെ തീരുമാനിച്ചത്. അതെ, ഞങ്ങൾ എന്താണോ സമസ്ത തീരുമാനിച്ചതിനെതിരാണെങ്കിലോ ഐക്യത്തിൽ പോകരുത് എന്നൊരു സമസ്ത തീരുമാനിക്കാൻ, അത് സമസ്ത ആവോ ഇല്ലേ? അത് ബാക്കി കപ്പിക്കാൻ എടുക്കും. അത് സമസ്ത ആവൂല. അതെവിടെ? അത് ഞാൻ ചന്ദ്രിക വായിക്കാം. ഉലമാ സമ്മേളനം ഉയർത്തുന്ന ചിന്തകൾ, കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ. സമസ്തയുടെ ലക്ഷ്യങ്ങൾ അദ്ദേഹം ചന്ദ്രികയിൽ എഴുതുകയാണ്. കൂട്ടത്തിൽ അദ്ദേഹം എഴുതുന്നത് നിങ്ങൾ കേട്ടോളി. അന്ധവിശ്വാസങ്ങൾ, അരാജകത്വം, അധാർമികത, അനൈക്യം എന്നിവ തുടച്ചു നീക്കി മൊത്തത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുക. അപ്പൊ അനൈക്യം തുടച്ചു നീക്കണമെന്നാണ് സമസ്തന്റെ ഭരണഘടനയിലുള്ളത്. ഇയാൾ ചോദിക്കുന്നത് ഞങ്ങളെ സമസ്ത തീരുമാനിച്ചിരുന്ന ഐക്യം വേണ്ടാൻ, പിന്നെ നീ എന്തിനായി നിൽക്കുന്നതെന്ന് അയാൾ ചോദിക്കുന്നു. അപ്പൊ അത് സമസ്ത അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും ഉറച്ചില്ലേ? സമസ്തയുടെ ലക്ഷ്യം അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല, അതല്ലേ സമസ്ത അല്ല എന്ന് പറഞ്ഞതിന് അർത്ഥം. ഇനി ഒന്ന് കേൾപ്പിച്ചോട്ട് ബാക്കി ഇവിടെ മംഗലാപുരം പരിപാടിക്കൊക്കെ പങ്കെടുത്തില്ലോ. ആരും പങ്കെടുത്തിട്ടില്ല, സമസ്തന്റെ ആരും പങ്കെടുത്തിട്ടില്ല. ആരാ പങ്കെടുത്തത്? പാണക്കാട് തങ്ങൾ പങ്കെടുത്തപ്പോഴേ. പാണക്കാട് തങ്ങൾ സമസ്തന്റെ ആളല്ലല്ലോ. അങ്ങനെ ഈ വളാക്കി മനസ്സിലാക്കിയിട്ട് സമസ്തന്റെ ആളുകൾ പങ്കെടുക്കരുത് എന്നാണ് സമസ്ത ആക്കിയത്. മനസ്സിലായില്ലേ? അപ്പൊ പാലക്കാട് ആസം പങ്കെടുത്ത ഭൂമി എത്ര സ്ഥലത്ത് കൂടിയാരും കൂടി. അപ്പോ പാണക്കാട് തങ്ങള് സമസ്തന്റെ ആളല്ല, നീക്കറിനൂടെ എന്താ സംഗതി? നമ്മളെ കൂടെ പള്ളി ഉദ്ഘാടനത്തിന് പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ സമസ്തന്റെ ആളല്ല, അവരെ സമസ്തയിൽ നിന്ന് പുറത്താക്കി. നിങ്ങൾ ആലോചിക്കണം, ഇത് അവരുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതാ. അപ്പൊ ഇവർക്കെന്താ വേണ്ടത്? എല്ലാ സ്ഥലത്തും അനൈക്യം വേണം. പാണക്കാട് തങ്ങൾ മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബും മതസാമുദായിക സംഘടനകളുമായി സമവായത്തിന് ശ്രമിക്കും ലീഗ്. ഇത് മാതൃഭൂമി 2009 ജനുവരി 7 കോഴിക്കോട്. പൊതുവായ പ്രശ്നങ്ങളിൽ യോജിപ്പിന്റെ മേഖലകൾ തുറക്കാൻ മതസാമുദായിക സംഘടനകളുമായി മുസ്ലിം ലീഗ് നല്ല ബന്ധം സ്ഥാപിക്കുമെന്ന് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം തീവ്രവാദവും നിരീശ്വരവാദവും പ്രചരിപ്പിക്കുന്നവരെ മാറ്റി നിർത്താനും തുറന്നുകാട്ടാനും പ്രചരണം തുടരും. പുതിയ തീരുമാനത്തിന്റെ ഭാഗമായാണോ കഴിഞ്ഞ ദിവസം ലീഗ് നേതാക്കൾ കാന്തപുരം APO മുസ്ലിയാർ നേതൃത്വം നൽകുന്ന വിഭാഗത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തതെന്ന ചോദ്യത്തിന് ആലോചിക്കേണ്ടവരുമായി ആലോചിച്ചാണ് ഇവർ പങ്കെടുത്തതെന്നായിരുന്നു മറുപടി. ഇതിന് നല്ല മാറ്റമായി വേണമെങ്കിൽ വിശദീകരിക്കാം. AP വിഭാഗമായുള്ള ബന്ധം മെച്ചപ്പെടുന്നതായി തോന്നുന്നെങ്കിൽ അത് നിഷേധിക്കുന്നില്ല, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അങ്ങനെ അപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇത് പറഞ്ഞല്ലോ, അതിന് കുഞ്ഞാലിക്കുട്ടിയെ അദ്ദേഹം വിമർശിക്കുന്നത് കോളി. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ എന്താ? മതസാമുദായിക സംഘടനയുമായി സമവായത്തിന് ശ്രമിക്കും ലീഗ്. അതിന് അയാൾ പറയുന്നത് അങ്ങനത്തെ ഒരു വായ കൊലക്കൂലാർ. അതൊന്ന് കേട്ടോളി. അപ്പുറത്തെ സംസ്ഥാന സെക്രട്ടറിയാ പറഞ്ഞത്. ഈ ചില നേതാക്കന്മാര് പറഞ്ഞത് ഒരു സമവായ അങ്ങനെ വായ ഉണ്ടോലേ? നമ്മൾ കേട്ടത് നിയന്ത്രവായ.
അത് പ്രകാരം തന്നെ മൈസൂര് വായ, മലമുണ്ടി വായ, പല ജാതി വായക്കളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു സമവായാവുന്ന വായ അത് കൊലക്കും സംശയിക്കും. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പ്രസ്താവന പത്രത്തിൽ നിന്ന് സമവായം വേണം എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്ന ആ വായ കൊലക്കൂലാണ്. ഇയാൾക്ക് വാഴയും വായയും തമ്മിലുള്ള ഏർതിരിവ് അറിയില്ല, അത് വേറെ വിഷയം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അത് അവരുടെ സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയാണ്. മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി സമവായം വേണമെന്ന് പറയുമ്പോൾ അത് കൊലക്കൂല. ചില നേതാക്കന്മാർ ഇവിടെ സമവായ പറയുന്നത് കൊലക്കൂല എന്നാണ് ഈ പണ്ഡിതൻ പറയും. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പണ്ഡിതന്മാർ അനൈക്യത്തിന് വേണ്ടി തന്നെ ജീവിക്കാൻ പാടുണ്ടോ? മുസ്ലിം സമുദായം വളരെ വളരെ നന്നായി ആലോചിക്കണം എന്നാണ് ഞാൻ പറയും. വാസ്തവത്തിൽ ഇവർക്ക് സംഭവിച്ചത് എന്താണ്? ഇപ്പൊ ഇവരിങ്ങനെ മുട്ടിപ്പാടി നടക്കുന്നല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅർ മുബാറക്കിനെ എതിർത്തുകൊണ്ട്. അതൊരു മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയൊരു അധപ്പതനമാണ്. കാരണം ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിച്ചില്ല എന്ന് വിചാരിക്കാം, വലിയ തെറ്റാണല്ലോ നിസ്കരിക്കാതിരിക്കൽ. നിസ്കരിക്കാത്ത മനുഷ്യനെ ഇസ്ലാമിക കോടതി, ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണെങ്കിൽ വെട്ടിക്കൊല്ലുന്നു വരെ വിധിക്കും. അന്നലക്കുള്ള തെറ്റാണ് നിസ്കരിക്കാതിരിക്കലൊക്കെ നമ്മൾ നിസ്കാരത്തെ പറ്റി വേദോരും പറഞ്ഞാൽ. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനവും നബി തങ്ങളുടെ ഷഅർ മുബാറക്കിന്റെ ബഹുമാനവും എത്രയാ? റാസി ഇമാം പറയാണ്, ഫമൻ തറക സ്വലാത്ത തൂല ഉംരിഹി ലാ യക്ഫുറു. ജീവിതത്തിൽ ഒരിക്കലും ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ തന്നെ ലാ യക്ഫുറു, അവൻ കാഫിറാണെന്ന് പറയാൻ പറ്റൂല. അവൻ ഫാസിഖാണ് എന്ന് പറയും, കാഫിർ എന്ന് പറയൂല. വമൻ തഅന ഫീ ശറത്തിൻ മിൻ ശറാതിക യക്ഫുറു. അതേ സമയത്ത് ഓ നബിയേ, തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടിയിൽ നിന്ന് ഒരു മുടിയെ ഒരു മനുഷ്യൻ ആക്ഷേപിച്ചാൽ യക്ഫുറു, അവൻ കാഫിറാണ് നബിയേ. ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിക്കാത്തവൻ കാഫിർ എന്ന് വിധിച്ചുകൂടാ. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുടിയെ ഒരു മനുഷ്യൻ വ്യാജമുടിയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കോ നിന്ദിച്ച് പറഞ്ഞാൽ യക്ഫുറു, അവൻ കാഫിറാകും കേട്ടോ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അതാ ലം യകുനിൽ ലദീന കഫറു എന്ന സൂറത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, തർക്കങ്ങൾ പലതും പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്കാണെന്ന് പറഞ്ഞ് നമ്മുടെ കൈവശത്തിലേക്ക് ഒരു കക്ഷികൾ ഒരു വസ്തു തന്നാൽ അതിനെ നിസ്സാരപ്പെടുത്തിയാൽ, ചോദിക്കട്ടെ, ഒരു തെളിവും അത് റസൂലുള്ളാഹിന്റേതാണെന്ന് മറുവശത്തുള്ളവർക്ക് കിട്ടിയില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, വൈന് സുല്ലിമ, ഞാൻ ചോദിക്കുന്നു, ഒരു ചെറിയ പോയിന്റ് അത് റസൂലുള്ളാഹിന്റേതാകാനുള്ള ഒരു സാധ്യതയില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണെങ്കിൽ അതിനെ ആക്ഷേപിച്ചാൽ കാഫിറാകുമെന്നല്ലേ ഇമാം റാസി പറഞ്ഞത്? ഈമാൻ കൊണ്ട് പന്താടാൻ പറ്റുമോ? ആഖിറം കൊണ്ട് നമുക്ക് കളിക്കാൻ പറ്റുമോ? അവനവന്റെ ഈമാൻ അവനവൻ കാത്തു സൂക്ഷിക്കേണ്ടതില്ലേ? പക്ഷേ ഇത്ര വലിയ ഈ ഗർത്തത്തിലേക്ക് ഈ കക്ഷികൾ പോയി ചാടിയത് എന്തുകൊണ്ടാണ്? അത് ഷഅർ മുബാറക്കിനെ സംബന്ധിച്ച് ഓരോന്നോരോന്നായി ആണയിട്ട് മറുപടി പറഞ്ഞ എന്റെ കുറ്റ്യാടിയിലെ ഒന്നാമത്തെ പ്രഭാഷണത്തിൽ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പറ്റിയത് ബഹുമാനപ്പെട്ട EK ഉസ്താദിന്റെ പൊരുത്തക്കേടാണ്, അതുപോലെ പാണക്കാട് തങ്ങളെ പൊരുത്തക്കേടാണ്, അതാണ് ഈ കക്ഷികൾക്ക് പറ്റിയതെന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴൊന്ന് കേട്ടോളൂ. മർക്കസിന് കൊടുത്ത സനതുണ്ടല്ലോ, ആർക്ക്? ഉസ്താദ് അവർക്ക് മുടി കൊടുക്കുമ്പോൾ സനതും കൊടുത്തല്ലോ. ആ സനദിൽ സനത് വായിക്കുക. അതിലെങ്ങനെ വായിക്കുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണ്ട. നിങ്ങളതൊന്ന് കേട്ടോളി. എന്നിട്ട് ഞാൻ അതിന്റെ കോലം പറഞ്ഞുതരാം. ഇവർക്ക് സെനത് നമ്മളെ കൊടുക്കല്ലോ, പക്ഷെ ഇവർക്ക് ഇത് വായിക്കാൻ അറിയണ്ടേ? അതാ ഇപ്പൊ പറയാൻ പോകുന്നത്. അയാൾ തുടക്കത്തിൽ തന്നെ പറയുന്ന അങ്ങനെയാ, ബാബുജി ഉസ്താദ് വിവരിച്ചതുപോലെ
അയാൾ പറയുന്നത് തന്നെ ഫഹാദാ സനദും മിന്നി വ അന വാലിഉ സഹീഹി ഫീ ഖിതാമി, ഏറ്റവും അവസാനം ഞാൻ ശരി പറയുന്ന. ഇപ്പം പറയുന്നത് ശരിയല്ല കേട്ടോ. ഈ ശൈഖ് ഖസ്റജി അവിടുന്ന് പറഞ്ഞ എന്താന്ന് പറഞ്ഞേ, വാന വാലിഉ സഹീഹി ഫീ ഖിതാമി, ഇപ്പൊ ഞാൻ പറയുന്നത് ശരിയല്ല, അവസാനം ഞാൻ ശരി പറയൂ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ഒരു അറബി ഇവിടെ വന്ന് പറയൂ? നിങ്ങൾ ആരെങ്കിലും ബുദ്ധിക്ക് തോന്നുന്നുണ്ടോ? ഒരാള് ലക്ഷക്കണക്കിന് ആളുകൾ സ്റ്റേജ് മുന്നിൽ വന്നിട്ട് ഈ നമ്മളെ മിസ്റിലെ ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള സ്റ്റേജ് വന്ന് അബുദാബിയിലെ അവിടുത്തെ മന്ത്രിന്റെ മോൻ വന്നിട്ട് പറയാണ്, ഇപ്പൊ ഞാൻ പറയുന്നത് ശരിയല്ല, കുറച്ച് കഴിഞ്ഞ് ഞാൻ ശരി പറയൂ. ഇങ്ങനെ ഒരു അറബി പറയൂന്ന് നിങ്ങൾ ആരെങ്കിലും ബുദ്ധിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളി, കുഴപ്പമൊന്നുമില്ല. കോഴിക്കോട്ട് പല സെന്ററുകളും ഉണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, എന്നാ ഇനി നിങ്ങൾക്ക് കേളോ, ഇയാള് പറഞ്ഞല്ലോ എന്ത്, ഇന്നാള് പറഞ്ഞതുപോലെ പറഞ്ഞില്ലേ, എന്നാ അയാളിത് വായിക്കുന്നത് എങ്ങനെയാ? അയാളിത് വായിക്കുന്നത് ഇങ്ങനെയല്ല കേട്ടോ. അയാൾ വായിക്കുന്നത് വേറൊരു കോലത്തില. ഇയാള് വായിച്ചതും തെറ്റാണ്, മറ്റേയാൾ വായിച്ചതും തെറ്റാ. ശരിക്കും നോട്ട് ചെയ്തോ. ഇയാള് വായിച്ചത് അനവാദിയു സഹീഹി ഫീ ഖിതാമീന, എന്നാലോ ഉള്ളതെന്താ? അനൽവാദിഉ സഹീഹി ഫീ ഖിതാമിഹിന അൽവാദിയുന. അപ്പൊ ഇയാൾ വായിച്ചത് തെറ്റ്. ഇനി മറ്റേയാൾ എന്താ വായിക്കുന്നത് കേട്ടോളൂ, അത് അതിനേക്കാളും രസമുള്ളതാണ്, ഞാൻ കേൾപ്പിച്ചു തരാം. ഇയാൾ വായിച്ചു അന വാദിഉ സഹീഹി ഫീ ഖിതാമി, അതിന്റെ മുമ്പ് ഇയാൾ എന്താ വായിച്ചത്? ഫഹാദാ സനദും മിന്നി വ അന വാദിഉ സഹീഹി ഫീ ഖിതാമി, ഫഹാദാ സനദും മിന്നി എന്നാ വായിച്ചത്. എന്നാ മറ്റേയാൾ എന്താ വായിക്കുമല്ലോ, കൂലിയാട്ടാരൻ എങ്ങനെ വായിക്കറിയോ? ഫഹാദാ സനദും മിന്നി അന, അയാൾ വായിച്ചത് ഫഹാദ സനദും മിന്നി അന അൽ വാദിഉ സഹീഹി ഫീ ഖിതാമി. ഫഹാദാ സനദും മിന്നി അന ചുക്കുമു ലഗുദി പല്ലി. ചുക്ക് മുളക് തീപ്പല്ലിയാട്ടോ, ചുക്ക് മുളക് തീപ്പല്ലിയാണ്. അത് ഒരാൾ വായിച്ചതാണ് എന്ത്? ചുക്കുമു ലഗുദി പല്ലി. നല്ല മരുന്നായി ഒരു പല്ലി. പിന്നെ ചുക്കുമോ അതെവിടെയും കിട്ടുന്നില്ല. ലഘുതി ഒരു മരുന്ന് പിടിയില്ല, പല്ലീനെ കിട്ടിയ നമ്മളെ ചികിത്സ. സംഗതി ചുക്ക് മുളക് തീപ്പല്ലീന. ഇത് മാതിരി ഉണ്ട്. വൈസ് ചാൻസലറാണ് അൽ വാദിഉ സഹീഹി ഫീ ഖിതാമി. ഇതിന്റെ സാക്ഷീകരണം ഞാൻ അതിന്റെ അവസാനം ചെയ്യുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പൊ കണ്ടോ, ഇയാൾ അർത്ഥം എന്താ? ഇയാൾ അർത്ഥോ അതിന്റെ സാക്ഷീകരണം ഞാൻ അവസാനം ചെയ്യുന്നുണ്ട്. മറ്റേയാൾ അർത്ഥോ ഫഹാദാ സനദും മിന്നി വ അന വാലിഉ സഹീഹി ഫീ ഖിതാമി, ഏറ്റവും അവസാനം ഞാൻ ശരി പറയുന്ന. ഇപ്പം പറയുന്നത് ശരിയല്ല. ഇപ്പൊ ഞാൻ പറയുന്നത് കളവാണ്, ഞാൻ കുറെ കഴിഞ്ഞിട്ട് നേര് പറയൂ. ശരി, ഞാൻ പിന്നെ പറയുന്നുണ്ട്. ഇത് ഏതാ മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ടത്? ഏതാ വിശ്വസിക്കേണ്ടത്? ഈ കണ്ണാടിപ്പറമ്പ് പറഞ്ഞതോ കൂരിയാട് പറഞ്ഞു? ഏതാ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? രണ്ടർത്ഥം വെച്ചിട്ടുണ്ട്. ഇനിയൊന്ന് ആ ഇതാ താറതാ രണ്ടും അർത്ഥം വെക്കാൻ പറ്റൂല അല്ലേ? എന്നായിരിക്കും ഒരു ഇതാ താറതായി പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ. ഇനി അടുത്തത്, അപ്പൊ വാദി വായിച്ചത് തെറ്റ്. ഒരാൾ പറഞ്ഞ അർത്ഥമല്ല മറ്റേയാൾ പറഞ്ഞു. ഇനി മറ്റൊന്ന് വിട്ടെ, മറ്റേയാൾ വായിച്ചത് സനദും മിന്നി, അതാ സനദും മിന്നി. ഇങ്ങനെയാണ് കണ്ണാടിപ്പറമ്പ് വായിച്ചത്. എന്നാ പിന്നെ കൂരിയാടൊന്ന് വായിക്കട്ടെ. ഇയാൾ വായിച്ചത് കുടുംബ സനദാണ്. അയാൾ വായിച്ചത് ഫഹാദ സനദും മിന്നി അന അൽ വാദിഉ സഹീഹി ഫീ ഖിതാമി. അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി എന്നുള്ള സ്ഥലത്താണ് ഹാദാ സനദും മിന്നി അന ചൂക്കോമോ ലഗുദി പല്ലി. ഇവർക്കാ നമ്മൾ സനദ് ഫോണിൽ വായിച്ചു കൊടുക്കേണ്ടി. എങ്ങനെ നമ്മൾ ഫോണിൽ സനദ് വായിച്ചു കൊടുക്കണ്ട്. എന്നാൽ ഈ സനദ് ഇവർക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട് അന്ന് അറബികൾ എന്നെ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തിന്. എന്നാൽ അതൊന്നും കേട്ടൂടെ? പഠിക്കൂലെന്ന് ഉറപ്പ്. പഠിക്കൂല. സനദ് ഫോണിൽ കിട്ടുകയും വേണം. ഇനി സുഹൃത്തുക്കളെ, ശരിയായ വായന എങ്ങനെയാ? അത് നമ്മൾ അവിടുന്ന് അറബി തന്നെ വായിച്ചിട്ടുണ്ട്. നമ്മളല്ല, അയാൾ ശൈഖ് തന്നെ ഒരാളെ കൊണ്ടുവന്നിട്ട് വലിയൊരു പണ്ഡിതനെ കൊണ്ട് വായിപ്പിച്ചിട്ടുണ്ട്. അത് വായിച്ചു കൊടുത്താ, അന്ന് കേൾപ്പിച്ചു കൊടുത്താ. فهذا سند مني أنا الواضع صحيحي في ختامه. അപ്പൊ കണ്ടോ, فهذا سند مني أنا الواضع صحيحي في ختامه. ഇങ്ങനെയാണത് വായിക്കേണ്ടത്. നമ്മൾ അങ്ങോട്ട് തീർച്ചയായിട്ടും എന്താക്കാനാ? നമ്മൾ സനദും തീർച്ചയായിട്ടേണ്ടി വന്നു. പുതിയൊരു പരിപാടി. ഇതുവരെ സനദ് കൊടുക്കുന്നവരെ തീർച്ചയായിട്ടല്ല. ഇനി സുഹൃത്തുക്കളെ,
അടുത്തത് ഇയാള് ഈ ഷെയ്ഖിനെ കുറ്റം പറയുന്ന കേട്ടോളൂ. എന്തിനാണ് ഇങ്ങനത്തെ വയ്യാവേലി വലിച്ചിട്ടത്? ഞാനതാ പറഞ്ഞത്, പൂർണ്ണമായി ഈ ഉസ്താദിന്റെയും പാണക്കാടങ്ങളെയും പൊരുത്തക്കേടാണ്. അതെ, പൂർണ്ണമായും ഇവർക്ക് സംഭവിച്ചത് ഈ കെ ഉസ്താദിന്റെയും പാണക്കാടങ്ങളുടെയും പൊരുത്തക്കേടാണ്. ഇത് ഞാൻ ഷാർ മുബാറക്കിനെ സംബന്ധിച്ച് അവർ ആദ്യമായി കോഴിക്കോട്ട് പ്രസംഗം നടത്തിയപ്പോൾ അതിന് മറുപടിയായി കുറ്റിയാടിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ്. അതിന് ഇപ്പം പറയുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സുഹൃത്തുക്കളെ? നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഞാൻ എൻ്റെ സമസ്തയും സനതുകളും എന്ന് പറഞ്ഞൊരു പ്രസംഗം കുറ്റിയാടിയിൽ വെച്ച് നടത്തിയിരുന്നു. ഇന്ന് ഇവർ പറയുന്ന എല്ലാ വിഷയത്തിൻ്റെ മറുപടി, ഇനി ഖിയാമത്ത് നാൾ വരെ ഇവർ പറയാൻ പോകുന്നതിൻ്റെ മറുപടി ഒക്കെ അതിലുണ്ട്. ആ CD കേട്ടാൽ മതി. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ നാദാപുരം, പേരോട്, പാറക്കടവ്, കുറ്റിയാടി ഒക്കെ ഇവർ വന്നിട്ട് കുറേ പരിപാടിയാണ്. നമ്മളെ പ്രവർത്തകന്മാർ ഒരു മറുപടിയും പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അവരാ പ്രസംഗം കേട്ടവർക്ക് അതിൻ്റെ എല്ലാം മറുപടി എല്ലാവർക്കും നന്നായി അറിയാം. പക്ഷെ അത് കേൾക്കാത്ത ചിലരുണ്ട്, അവർക്ക് ചില ധാരണ പ്രശ്നങ്ങളുണ്ട്. അല്ലാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് ഞാൻ കേൾപ്പിച്ച മറ്റൊരു കാര്യം കൂടി പറയട്ടെ. മുസ്ലിംകൾ ഐക്യപ്പെടണം എന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകളും കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞതിന്റെ പുറമെ ഈ അഹമ്മദ് സാഹിബ് അദ്ദേഹവും ഈ മുസ്ലിമീങ്ങൾ ഐക്യപ്പെടണം എന്ന നിലക്ക് നമ്മളോട് ഐക്യപ്പെടാൻ വേണ്ടി അദ്ദേഹവും തയ്യാറായി. അങ്ങനെ തയ്യാറായപ്പോൾ അദ്ദേഹം പൂനൂരിൽ ഉസ്താദിന്റെ കൂടെ പള്ളി ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. അന്ന് ഈ അഹമ്മദ് സാഹിബ് വികാരഭരിതനായി പറഞ്ഞു, നമ്മൾ ഇന്നും തന്നെ ഭിന്നത്തിന്റെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും മേഖലകൾ കുറച്ചുകൊണ്ടുവരണം. ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഒത്തൊരുമിച്ച് മുന്നേറ്റത്തിന്റെയും മേഖലകൾ നമ്മൾ വിശദീകരിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. സുന്നത്ത് ജമാഅത്തിന്റെ പഴയകാല നേതാക്കന്മാർ, അവരുടെ പിൻഗാമികളായി ഇപ്പോഴുള്ള ആളുകളും ഈ വസ്തുത വിസ്തരിക്കാതിരിക്കൂടാ. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആ പൗരാണിക നേതാക്കന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് സമുദായത്തിലെ ഈ പുതിയ തലമുറക്ക് ദീനിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രസ്ഥാനത്തിന്റെ അനുശേഷനായ അമരക്കാരൻ കേരള മുസ്ലിം കേരള പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബിന്റെ നേതൃത്വത്തിൽ ഞാനും എന്റെ പ്രസ്ഥാനവും എല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ സർവ്വഭാഗത്തും പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ പരിപാടി അല്ലാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട KP അബൂബക്കർ മുസ്താർക്കും അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും അദ്ദേഹത്തിന്റെ ഓമനപുത്രനും നിർദ്ദിഷ്ടമായ ഡോക്ടർ ഹക്കീം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അങ്ങനെ മർക്കസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പങ്കെടുത്തപ്പോ ഇവരെന്താ ചെയ്തതെന്നറിയോ? പട്ടിക്കാട് ജാമിയാനൂരി അറബി കോളേജിൽ ചെന്നപ്പോ ഈ അഹമ്മദിനെതിരെ ഗോബേക്ക് ആര്? ആകെ ഈ SKS എന്ന സംഘടന ഉണ്ടായിട്ട് 25 കൊല്ലായിട്ടില്ല. അതേ സമയത്ത് ഈ അഹമ്മദ് സാഹിബ് ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ പ്രവർത്തനം നടത്തിയിട്ട് കൊല്ലം എത്രയോ ആയി എന്ന് എല്ലാവർക്കും അറിയാം. അയാൾക്ക് ഗോബേക്ക് ഈ കുട്ടികൾ അതടക്കം അതിനെ അവരുടെ ജനറൽ സെക്രട്ടറി ന്യായീകരിക്കുന്നതടക്കം നിങ്ങളൊന്ന് കേട്ടോളി. ആ ഗോബേക്ക് വിളിച്ചിട്ട് പിറ്റേ ദിവസം പത്രത്തിൽ എന്ത് വന്നു? പുറത്തുള്ള ആരെങ്കിലും ചെയ്തതായിരിക്കും ആലിക്കുട്ടി മുസ്ലിയാരുടെ വകയിൽ ഒരു പ്രസ്താവന. കുറച്ച് ദിവസം കഴിഞ്ഞ എന്താ പറഞ്ഞെന്ന് കേട്ടോളി. ഇയാളെ താങ്ങിയാൽ എന്താ കിട്ടുക? ചോദ്യം എന്താ ഇതിന്റെ ആവശ്യം? അത് നമ്മളെ വലിയ പ്രശ്നമുണ്ട്. ഉള്ളിൽ കൂടെ വലിയ പ്രശ്നമുണ്ട്. അയിമെന്ന് വരുന്നതാണ് ഈ ഗോബേക്കും മറ്റുമൊക്കെ. അപ്പൊ അത് കരുതണം എന്നപ്പം. അതെ, അതായത് അവർക്കിടയിൽ ഉള്ളിൽ കൂടി പ്രശ്നമുണ്ട് പോലും. അതുകൊണ്ടാണ് ഗോബേക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അവരെന്നെയാണ് ഗോബേക്ക് വിളിച്ചത് എന്ന് അദ്ദേഹത്തെ കൊണ്ട് അള്ളാഹു സമ്മതിപ്പിക്കുകയാണ്. എന്താ കാരണം? മുസ്ലിം ഉമ്മത്ത് യോജിക്കണം എന്ന് ഈ അഹമ്മദ് സാഹിബ് പറഞ്ഞു. അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. ഇതല്ലേ ഈ അഹമ്മദ് സാഹിബ് ചെയ്തിട്ട്? അല്ലാത്ത ഒരു സബുൽ മുബക്കാത്തപ്പെട്ട തെറ്റ് ഈ അഹമ്മദ് സാഹിബ് പ്രത്യേകം ചെയ്തതായിട്ട് നമുക്കറിയില്ല. പട്ടിക്കാടുന്ന് എന്തിന് ഗോബേക്ക് വിളിച്ചു എന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അദ്ദേഹം അത് തന്നെ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, അതിന് കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടി അനുകൂലിച്ചതിനാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊന്ന് പാഠം പഠിപ്പിക്കണം എന്ന് SKSSF തീരുമാനിച്ചു. അതിനവരെന്താ ചെയ്തതെന്നറിയോ? കുഞ്ഞാലിക്കുട്ടി സാഹിബുമായി മത്സരിച്ച് ജയിച്ച ജലീൽ സാഹിബ്, ആ ജലീൽ സാഹിബിനെ
SKSSFന്റെ മനുഷ്യജാലിക പരിപാടിയിൽ പങ്കെടുപ്പിച്ച് പ്രസംഗിപ്പിച്ചു. എതിര് കുഞ്ഞാലിക്കുട്ടിയോട് വെറുപ്പുർക്കാൻ വേണ്ടി. ഞാനീ പറയുന്നത് ശരിയല്ലേ എന്ന് നിങ്ങൾക്ക് ധാരാളം തെളിവുകളുണ്ട്. മനോരമയൊക്കെ ഞാൻ തന്നെ മുമ്പ് വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട് മലപ്പുറത്ത് വെച്ച്. ഈ പറഞ്ഞ ജലീൽ സാഹിബിനെ പങ്കെടുപ്പിച്ച പരിപാടി വെറും മനോരമയിൽ മാത്രമല്ല, മാധ്യമത്തിലുണ്ട്. അത് തന്നെ കാന്തപുരം വിഭാഗത്തിന്റെ പരിപാടികളിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗം പട്ടിക്കാട് ജാമിയ നൂരിയയിൽ കേന്ദ്രമന്ത്രി അഹമ്മദിന് ഗോബേക്ക് വിളിക്കുകയും മലപ്പുറം ജില്ലയിലെ SKSSF മനുഷ്യജാലികയിൽ ലീഗ് വിരുദ്ധനായ KT ജലീൽ MLA പങ്കെടുപ്പിക്കുകയും ചെയ്തു. അതിന്റെ പുറമെ ഇവര് UDF-നും ചന്ദ്രികക്കും എതിരെ, ചന്ദ്രികാ പത്രത്തിനും എതിരെ ശക്തമായി സംസാരിക്കാൻ തുടങ്ങി. അതൊന്ന് കേൾപ്പിച്ചു കൊടുത്തേ. നമ്മളോടുള്ള നയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ UDF വരുത്തിയിട്ടുണ്ട്. നമ്മൾക്ക് നമ്മുടെ വാർത്തകൾ എഴുതാൻ ഒരു ദിനപത്രമില്ല, ചന്ദ്രിക പത്രത്തെയാണ് നമ്മൾ ആശ്രയിക്കാറ്. ഏറെക്കുറെ മറ്റുള്ളത് എഴുതുന്ന കൂട്ടത്തിൽ കുറച്ച് വലുതാക്കി നമ്മളുടെ എഴുതാറുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വളരെ പിന്നിലാണ്. ചന്ദ്രികയിൽ നമുക്ക് പ്രവേശനമില്ല. ചന്ദ്രയുടെ കോളങ്ങളിലൊക്കെ ബിദഈ പ്രസ്ഥാനക്കാരുടേതുണ്ട്. അതിലും ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ബിദഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നുമല്ലല്ലോ. പിന്നീട് ഇപ്പം അതിനേക്കാൾ കൂടുതൽ ഈ വിഭാഗത്തിൻ്റെ സത്യവാങ് കൊടുത്ത ഈ വിഭാഗത്തിൻ്റെ വാർത്തകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. കൊടുത്തോ ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷെ ഞങ്ങളെ വാർത്ത അതിൻ്റെ അടിയിലെങ്കിലും കൊടുക്കണ്ടേ, കൊടുക്കാത്ത അവസ്ഥയാണ്. ഈ സമ്മേളനം, ഈ കൂടിയിരുന്ന പ്രതിഷേധ പരിപാടി, ഇത് മറ്റ് പത്രങ്ങൾ കൊടുത്തതുപോലെ ചന്ദ്രിക കൊടുത്തിട്ടില്ല. ഞങ്ങൾ പൈസ കൊടുത്ത് പരസ്യം കൊടുത്താണ് ഇന്നലെ ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാല ചന്ദ്രിക അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അവർക്ക് വെറുതെ കൊടുക്കണം, നമ്മൾ മുമ്പ് സിറാജുൽ ഹുദന്റെ സമ്മേളനം നടത്തുമ്പോൾ പൈസ തരാം, ഒരു സപ്ലിമെന്റ് ചന്ദ്രിക കൊടുത്തു തരുമോ എന്ന് ചോദിച്ചിട്ട് അത് കൊടുക്കാൻ പറ്റൂല എന്ന് ചന്ദ്രിക പറഞ്ഞിട്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ലേ ചന്ദ്രികക്കെതിരെ. അത് അവരെ സ്വാതന്ത്ര്യമല്ലേ, അവരെ പത്രത്തിൽ കൊടുക്കാതിരിക്കുന്നു. നമ്മൾ പൈസ തരാം സപ്ലിമെന്റ് കൊടുത്താൽ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ സപ്ലിമെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം മുസ്ലിയാരാ ചോദിച്ചു. എന്നിട്ട് കൊടുക്കൂല എന്നാ പറഞ്ഞേ. എന്നിട്ട് ഞങ്ങളൊന്നും എതിരെ പറഞ്ഞില്ല, കാരണം അത് അവരെ സ്വാതന്ത്ര്യമാണ്. അവരെ പത്രത്തിൽ കൊടുക്കാതിരിക്കുന്നു, നമ്മളതിനെ അവരോരുത്തര സ്വാതന്ത്ര്യത്തിൽ കൈയിടാൻ പോകുന്നു. അതേ സമയത്ത് ഇവർ പൈസ തരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്ക് ചന്ദ്രികക്കെതിരെ പ്രസംഗം തുടങ്ങി, ചന്ദ്രികക്കെതിരെ പത്രം തുടങ്ങി. എന്നാൽ ഇവർ EK ഉസ്താദിനെ മറന്നു പോകാൻ പാടുണ്ടോ? കന്യത്ത് ഉസ്താദിനെ മറന്നു പോകാൻ പാടുണ്ടോ? 10/2/1987 ചന്ദ്രിക 987 കന്യത്ത് ഉസ്താദ് പ്രാർത്ഥിക്കുന്ന ചിത്രമാണിത്. EK ഉസ്താദ് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഐക്യ സന്ദേശവുമായി ജനമഹാസമുദ്രം ഒഴുകി. സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ ദ്വിദിന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ കന്യത്ത് അഹമ്മദിന്റെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നാണ് ചന്ദ്രിക. അതിൽ നിങ്ങൾക്ക് കാണാം ചന്ദ്രികനെ ഉപദേശിക്കാൻ ആരും വരണ്ടാന്ന് ഉമർ ബാഫയ്ക്ക് തങ്ങൾ പറയുന്നു. അത് ഇവരോട് മറന്നുപോയി. അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ചന്ദ്രികയ്ക്ക് ഉപദേശം ആവശ്യമില്ല. കോഴിക്കോട് ഫെബ്രുവരി 8 ചന്ദ്രികാ ദിനപത്രം പോറ്റി വളർത്തിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംരക്ഷിക്കാൻ ചന്ദ്രികയ്ക്ക് ആരുടെയും ഉപദേശം ആവശ്യമില്ലെന്ന് ചന്ദ്രിക ഡയറക്ടർ കൂടിയായ വഖഫ് ബോർഡ് ചെയർമാൻ സയ്യിദ് ഉമർ ബാഫയ്ക്ക് തങ്ങൾ അഭിപ്രായപ്പെട്ടു. ജില്ലാ സുന്നി സമ്മേളനത്തിൽ പ്രസംഗിയായിരുന്നു അദ്ദേഹം. അപ്പൊ നേരത്തെ തന്നെ EK ഉസ്താദിനെ ഇരുത്തിയിട്ട് പറഞ്ഞതാണ് ഉമർ ബാഫയ്ക്ക് തങ്ങൾ ചന്ദ്രിക ഉപദേശിക്കാൻ ആരും വരണ്ടാന്ന്. പക്ഷെ ഇവരിപ്പോ ചന്ദ്രികനെ ഉപദേശിക്കാൻ നടക്കുകയാണ്, എന്നിട്ട് വേറെ പത്രം തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇവർക്ക് എത്ര മാറ്റം വന്നു നിങ്ങൾ ആലോചിക്കണം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നേതാവ് MSFന്റെ നേതാവ് ഫിറോസിനെതിരെ ഇവർ കത്തിക്കേറുന്നത് കേട്ടോളൂ നിങ്ങൾ. വ്യക്തമായി പറയട്ടെ, ഇടം കിട്ടാതെ നാട് മുഴുവൻ ചുറ്റിക്കടന്ന് തട്ടി ഒപ്പിച്ചുകൊണ്ടുള്ള അഖിലേന്ത്യാ കൺവീനർ പട്ടം യൂത്ത് ലീഗിന്റെ പേരിൽ നേടിയാൽ എല്ലാം ആയി എന്ന് കിബിർ നടക്കുന്ന ഫിറോസ് മനസ്സിലാക്കണം. ഇന്നലെ തമഴയിൽ പൊളിച്ചുകൊണ്ടിക്കൊണ്ട് MSFന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുന്ന ഷറഫിനെ മനസ്സിലാക്കണം. നിങ്ങളൊന്നും കടന്നുപോയ വഴി മറക്കരുത്. ഇവരൊക്കെ പോയത് SKSSFിലൂടെയാണ്. MSFന്റെ നേതാക്കളും യൂത്ത് ലീഗിന്റെ നേതാക്കളൊക്കെ പോയ വഴി SKSSFിലൂടെയാണ്. അതുകൊണ്ട് ഓരൊക്കെ മനസ്സിലാക്കണം, യൂത്ത് ലീഗിന്റെ നേതാക്കളെയും MSFന്റെ നേതാക്കളെയും ഒക്കെ വെല്ലുവിളിക്കുകയാണ് SKന്റെ നേതാക്കന്മാര്. തീർന്നില്ല. ഇനി സുഹൃത്തുക്കളെ, എന്തൊക്കെയാണുള്ളത് പറഞ്ഞാലുടെ തീർന്നു. സത്യധാര ജനുവരി 2011 സത്യധാര ആദ്യം ഫിറോസിന്റെ പ്രസംഗം കൊടുക്കാണ് മർക്കസ് എന്നില്ലേ. മർക്കസുമായി വ്യക്തിപരമായി ഏറ്റവും അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിലും സംഘടനാപരമായി ഒരകൽച്ചയുള്ളതിൽ ഏറെ പ്രയാസം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് ഞാൻ
എന്നാൽ ആ അകൽച്ചയും ഈ സമ്മേളനത്തോടുകൂടി കുറഞ്ഞു വരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇൻഷാ അള്ളാ വരും നാളുകളിൽ എതിർപ്പ് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് പോലും ബഹു ഉസ്താദിന്റെയും മർക്കസിന്റെയും നേട്ടങ്ങളെ അംഗീകരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് ഫിറോസിന്റെ പ്രസംഗമാണ് മർക്കസിൽ. ആ പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ശക്ത